എന്താണ് ഹോമയാഗം? നമ്മൾ പഴയ നിയമ ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം എന്നീ 3 പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു വാക്കാണ് യാഗങ്ങൾ. പലപ്പോഴും പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് പഴയ നിയമത്തിലെ ഈ യാഗ സമ്പ്രദായങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ വലിയ സംശയങ്ങൾ തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ജനങ്ങളോട് മൃഗങ്ങളെ കൊല്ലാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ആ രക്തവും മാംസവും യാഗപീഠത്തിൽ വെച്ച് ചുട്ടുകളഞ്ഞത്? ദൈവത്തിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ബൈബിളിൽ ഏറ്റവും ആദ്യം കാണുന്നതുമായ ഒരു യാഗമാണ് ഹോമയാഗം. ഇന്ന് നമ്മൾ അല്പം സമയമെടുത്ത് വളരെ വിശദമായി ബൈബിളിനെ ആസ്പദമാക്കി ഹോമയാഗം എന്തെന്ന് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഹോമയാഗത്തിന്റെ യഥാർത്ഥ അർത്ഥം? പഴയ നിയമത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഇത് ചെയ്യുന്ന ആളുടെ ഹൃദയ വിചാരം എന്തായിരുന്നു? ചരിത്രത്തിൽ ആദ്യമായി ഹോമയാഗം കഴിച്ചത് ആരാണ്? പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവുമായി ഇതിനുള്ള ബന്ധം എന്താണ്? ഇന്ന് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളുമായി ഇതിന് എന്താണ് ബന്ധം? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വെൽക്കം ടു യേശു നല്ല ഇടയൻ, ഹിസ്റ്ററി ഓഫ് ബൈബിൾ. ആദ്യമായി നമുക്ക് ഈ വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം നോക്കാം. മലയാളത്തിൽ നമ്മൾ ഹോമയാഗം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇതിന് ബേൺ ഓഫറിംഗ് എന്ന് വിളിക്കുന്നു. എന്നാൽ ബൈബിൾ എഴുതപ്പെട്ട എബ്രായ ഭാഷയിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒലാഹ് എന്നാണ്. ഒലാഹ് എന്ന വാക്കിന്റെ ശബ്ദധാരാവിയിലെ അർത്ഥം മുകളിലേക്ക് ഉയർന്നു പോകുന്നത് എന്നാണ്. ചിന്തിച്ചു നോക്കൂ, യാഗപീഠത്തിൽ മൃഗത്തെ വെച്ച് തീ കൊളുത്തുമ്പോൾ അതിൽ നിന്നുള്ള പുക ആകാശത്തേക്ക്, അതായത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർന്നു പോകുന്നു. അത് ദൈവത്തിന് സൗരഭ്യവാസനയായി മാറുന്നു. അതുകൊണ്ടാണ് ഇതിന് ഒലാഹ് എന്ന പേര് വന്നത്. ഇനി മറ്റു യാഗങ്ങളിൽ നിന്നും ഹോമയാഗത്തിനുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് അറിയാമോ? പഴയ നിയമത്തിൽ പ്രധാനമായും 5 തരം യാഗങ്ങളുണ്ട്. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, പാപയാഗം, അകൃത്യയാഗം. ഇതിൽ പാപയാഗത്തിലെയോ സമാധാനയാഗത്തിലെയോ ഒക്കെ യാഗം കഴിക്കുന്ന മൃഗത്തിന്റെ ഒരു ഭാഗം പുരോഹിതന്മാർക്ക് ഭക്ഷണമായി എടുക്കാം, അല്ലെങ്കിൽ യാഗം കഴിക്കുന്ന വ്യക്തിക്ക് കഴിക്കാം. എന്നാൽ ഹോമയാഗത്തിന് ശേഷം യാഗം കഴിക്കുന്ന മൃഗത്തെ പൂർണ്ണമായും യാഗപീഠത്തിൽ വെച്ച് കത്തിച്ച് ചാമ്പലാക്കണം. അവിടെ മനുഷ്യന് സ്വന്തമാക്കാൻ ഒന്നും തന്നെയില്ല. അതിന്റെ അർത്ഥം എന്താണ്? പൂർണ്ണ സമർപ്പണം. ദൈവമേ, എന്റെ ജീവിതത്തിൽ ഒന്നും ഞാൻ എനിക്കായി മാറ്റിവെക്കുന്നില്ല, എല്ലാം നിനക്കായി അടിയറവ് വെക്കുന്നു എന്നതിന്റെ പ്രതീകമായിരുന്നു ഹോമയാഗം. ഇനി ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഇവിടെ ദൈവം മോശയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു വ്യക്തി ഹോമയാഗം അർപ്പിക്കുമ്പോൾ 4 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഓരോന്നും ആത്മീയമായി വളരെ ആഴമുള്ള സന്ദേശങ്ങളാണ് നൽകുന്നത്. 1. ഊനമില്ലാത്ത മൃഗം. യാഗത്തിനായി കാള, ആട്, അല്ലെങ്കിൽ വശമില്ലാത്ത പാവപ്പെട്ടവരാണെങ്കിൽ പ്രാപ്പിടാവോ കുറുപ്രാവോ ആകാം. എന്നാൽ വ്യവസ്ഥ ഒന്നാണ്, അതിന് യാതൊരു വൈകല്യമോ ഉണ്ടാകരുത്. കാഴ്ചയില്ലാത്തതോ മുടന്തുള്ളതോ രോഗമുള്ളതോ ആയ ഒന്നിനെയും ദൈവത്തിന് കൊടുക്കാൻ പാടില്ല. നമ്മൾ ദൈവത്തിന് നൽകുന്നത് നമ്മുടെ ഏറ്റവും മികച്ചതായിരിക്കണം. 2. തലയിൽ കൈവെക്കൽ. യാഗം അർപ്പിക്കുന്ന വ്യക്തി തന്റെ കൈ ആ മൃഗത്തിന്റെ തലയിൽ അമർത്തി വെക്കണം. ഇതെന്തിനാണ്? ഇതൊരു സാദൃശ്യമാണ്. ഞാൻ പാപിയാണ്, ശിക്ഷിക്കപ്പെടേണ്ടത് ഞാനാണ്, എന്നാൽ ഈ മൃഗം എനിക്ക് പകരമായി നിൽക്കുന്നു. എന്റെ പാപത്തെയും അവസ്ഥയെയും ഞാൻ ഈ മൃഗത്തിലേക്ക് കൈമാറുന്നു. 3. രക്തം തളിക്കൽ. യാഗം അർപ്പിക്കുന്ന ആൾ തന്നെ ആ മൃഗത്തെ കൊല്ലണം. പുരോഹിതൻ ആ രക്തം ശേഖരിച്ച് യാഗപീഠത്തിൽ മേൽ ചുറ്റും തളിക്കും. ബൈബിൾ പറയുന്നു, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. എബ്രായർ 9:22 ജീവന്റെ വില രക്തത്തിലാണ്. 4. പൂർണ്ണമായി ദഹിപ്പിക്കൽ. മൃഗത്തെ കഴുകി കഷ്ണങ്ങളാക്കി യാഗപീഠത്തിലെ കത്തുന്ന തീയിലേക്ക് ഇടുന്നു. അത് പൂർണ്ണമായി കത്തിത്തീരുന്നു. ലേവ്യ പുസ്തകം 1:9 പറയുന്നു, ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗം. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിന് മൃഗത്തിന്റെ മാംസം വേണമെന്നുണ്ടായിരുന്നില്ല. മറിച്ച് ആ മനുഷ്യന്റെ അനുസരണയും തന്റെ പാപത്തെക്കുറിച്ചുള്ള അനുതപിക്കുന്ന ഹൃദയവുമാണ് ദൈവത്തിന് സൗരഭ്യവാസനയായി മാറിയത്. മോശയ്ക്ക് നിയമം നൽകുന്നതിന് മുൻപ് തന്നെ ബൈബിളിൽ മനുഷ്യൻ ദൈവത്തിന് ഹോമയാഗം അർപ്പിച്ചതായി കാണാം. അതിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് നോഹയുടെ ഹോമയാഗം. ഉൽപ്പത്തി 8:20. മഹാപ്രളയത്തിന് ശേഷം പേടകത്തിൽ നിന്ന് പുറത്തു വന്ന നോഹ ആദ്യം ചെയ്തത് എന്താണ്? തനിക്കുള്ള ശുദ്ധിയുള്ള മൃഗത്തിൽ നിന്ന് എടുത്ത് ദൈവത്തിന് ഹോമയാഗം അർപ്പിച്ചു. ദൈവം ആ സൗരഭ്യവാസന മണത്തു. ഇനി ഭൂമിയെ പ്രളയം കൊണ്ട് നശിപ്പിക്കില്ല എന്ന് പ്രകൃതിയോട് ഉടമ്പടി ചെയ്തു. നന്ദിയുടെയും പുതിയ തുടക്കത്തിന്റെയും യാഗമായിരുന്നു അത്. രണ്ടാമത്തേത് അബ്രഹാമും ഇസഹാക്കും. ഉൽപ്പത്തി 22. ഇതാണ് ബൈബിളിലെ ഏറ്റവും വൈകാരികമായ ഹോമയാഗ സംഭവം.
ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകമകനായ ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്ക് ഹോമയാഗമായി അർപ്പിക്കുക. അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് മകനെയുമായി മല കയറി. മകൻ ചോദിച്ചു, അപ്പ തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാം പറഞ്ഞു, മകനെ, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അബ്രഹാം കത്തി ഓങ്ങിയപ്പോൾ ദൈവം അവനെ തടഞ്ഞു. പകരം അവിടെ പൊന്തക്കാട്ടിൽ കൊമ്പുടക്കി നിന്ന ഒരു ആട്ടിൻ കൊച്ചനെ ദൈവം കാണിച്ചു കൊടുത്തു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. അബ്രഹാം പറഞ്ഞ പ്രവചനം, ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതും, അത് അവിടെ പൂർത്തിയായില്ല. കാരണം അവിടെ കിട്ടിയത് ആട്ടിൻ കൊച്ചനെയാണ്, ആട്ടിൻകുട്ടിയെയല്ല. ആ ആട്ടിൻകുട്ടി വരാനിരിക്കുന്നത് 2000 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ഈ ഹോമയാഗത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുന്നു. സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതാ ദൈവത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകുട്ടി. യോഹന്നാൻ 1:29. മോറിയ മലയിൽ അബ്രഹാം പ്രവചിച്ച പഴയ നിയമത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ അർപ്പിക്കപ്പെട്ട ആട്ടിൻകുട്ടികളുടെ യഥാർത്ഥ നിഴൽ യേശുക്രിസ്തുവായിരുന്നു. എഫേസർ 5:2 അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി എഴുതുന്നു, ക്രിസ്തു നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി തന്നെ അർപ്പിച്ചു. പഴയ നിയമ ഹോമയാഗവും യേശുവിന്റെ യാഗവും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കൂ. പഴയ നിയമത്തിൽ മൃഗം ഊനമില്ലാത്തതായിരുന്നു, എന്നാൽ യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു. പഴയ നിയമത്തിൽ മൃഗത്തിന്റെ തലയിൽ കൈവച്ച് പാപം മാറ്റി, എന്നാൽ നമ്മുടെ പാപങ്ങളെല്ലാം യേശു തന്റെ ശരീരത്തിൽ ചുമന്നു. പഴയ നിയമത്തിൽ മൃഗം പൂർണ്ണമായി ദഹിച്ചു, എന്നാൽ യേശു കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ പൂർണ്ണമായി അവസാന തുള്ളി രക്തം വരെ നൽകി. എന്തുകൊണ്ടാണ് യേശു ക്രൂശിൽ വെച്ച് നിവൃത്തിയായി എന്ന് പറഞ്ഞത്? അതിനുശേഷം ഇനി മൃഗങ്ങളെ കൊല്ലേണ്ടതില്ല, കാരണം അന്തിമമായ ഹോമയാഗം കഴിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഹോമയാഗവുമായി എന്താണ് ബന്ധം? നമ്മളിന്ന് മൃഗങ്ങളെ യാഗം കഴിക്കുന്നില്ല, എന്നാൽ പുതിയ നിയമം നമ്മോട് ഒരു യാഗം ആവശ്യപ്പെടുന്നുണ്ട്. റോമർ 12:1 പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദവും ജീവനുള്ള യാഗവുമായി സമർപ്പിക്കുവിൻ, ഇതാകുന്നു നിങ്ങളുടെ ബുദ്ധിയുള്ള ആരാധന. എന്താണ് ജീവനുള്ള യാഗം, അല്ലെങ്കിൽ ഇന്നത്തെ ഹോമയാഗം? നമ്മുടെ അഹംഭാവത്തെ ചുട്ടുകളയുക, നമ്മുടെ സ്വയം സ്വാർത്ഥത, കോപം, അഹങ്കാരം എന്നിവയെ ദൈവത്തിന്റെ വചനമാകുന്ന തീയിൽ ദഹിപ്പിച്ചു കളയുക. പൂർണ്ണ സമർപ്പണം. ഹോമയാഗത്തിൽ 100% ദൈവത്തിന് നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പങ്കുപോലും മാറ്റിവെക്കാതെ നമ്മുടെ കുടുംബം, ജോലി, സമയം, ചിന്തകൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. ദൈവത്തിന് സൗരഭ്യവാസനയാകുക. നമ്മൾ ജീവിക്കുന്ന രീതി മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ സ്നേഹം കാണിച്ചു കൊടുക്കുന്ന സൗരഭ്യമായി മാറണം. ദൈവമേ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറയുന്ന നിമിഷമാണ് നമ്മൾ ദൈവത്തിന് മുൻപിൽ ഒരു ഹോമയാഗമായി മാറുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഹോമയാഗത്തിന്റെ ആഴമേറിയ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴയ നിയമത്തിലെ ചടങ്ങുകൾ വെറും ആചാരങ്ങളല്ല, അവയെല്ലാം നമ്മെ ക്രിസ്തുവിലേക്ക്, അവന്റെ സ്നേഹത്തിലേക്കും വിരൽ ചൂണ്ടുന്ന വലിയ സത്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ആത്മീയമായി അനുഗ്രഹമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബൈബിൾ പഠനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വിഷയമായി വീണ്ടും കാണാം. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നന്ദി.